അഞ്ചൽ രാമഭദ്രൻ വധക്കേസ് 7 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. പ്രതികൾ 5 ലക്ഷം രൂപ പിഴ നൽകാനും കോടതി നിർദ്ദേശിച്ചു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 7 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. നേരിട്ട് പങ്കില്ലാത്ത 1 മുതൽ 4 വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതികളാകെ 52 ലക്ഷം രൂപയാണ് പിഴയായി അടയ്ക്കേണ്ടത്. കേസിൽ CPM പ്രവർത്തകരായ പ്രതികൾക്കാണ് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. CBI പ്രത്യേക കോടതി ജഡ്ജി KS രാജീവാണ് വിധി പ്രസ്താവിച്ചത്. കേസിലെ 5-ാം പ്രതി ഷിബു, 6-ാം പ്രതി വിമൽ, 7-ാം പ്രതി സുധീഷ്, 8-ാം പ്രതി ഷാൻ, 9-ാം പ്രതി രതീഷ്, 10-ാം പ്രതി ബിജു, 11-ാം പ്രതി രഞ്ജിത്ത് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത്. 1-ാം പ്രതി ഗിരീഷ് കുമാർ, 3-ാം പ്രതി അഫ്സൽ, 4-ാം പ്രതി നജ്മൽ ഹുസൈൻ, 12-ാം പ്രതി കൊച്ചുണ്ണി, 13-ാം പ്രതി റിയാസ് എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷയും 16, 17 പ്രതികളായ സുമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നിവർക്ക് 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 2010 ഏപ്രിൽ 10-നാണ് ഭാര്യയുടെയും പ്രായപൂർത്തിയാകാത്ത പെൺമക്കളുടെയും മുന്നിൽ വെച്ച കോൺഗ്രസ് നേതാവായിരുന്ന നെട്ടയം രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. കേസിലെ 2-ാം പ്രതിയും CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ ജെ പമ്മൻ കേസന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തു. കേസിലെ 20-ാം പ്രതി രവീന്ദ്രനും മരണപ്പെട്ടു. രാമഭദ്രൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രചാരം വർദ്ധിപ്പിച്ചതും CPM പ്രവർത്തകരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതുമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് CBIയുടെ കേസ്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ 16 CPM പ്രവർത്തകർ പ്രതികളായിരുന്നു. CBI അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം 21ആയി. 2 പേർ മാപ്പുസാക്ഷികളുമായി. കരഞ്ഞുകാലി പിടിച്ചിട്ടും പ്രതികൾ യാതൊരു ദയയും കാട്ടാതെ തങ്ങളുടെ കൺമുമ്പിലിട്ട് 32 വെട്ടുകൾ വെട്ടിയാണ് രാമഭദ്രനെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന ഭാര്യയുടെയും 2 പെൺമക്കളുടെയും മൊഴിയാണ് കേസിൽ നിർണായകമായത്. വെറുതെ വിട്ടവരെയും താരതമ്യേന ശിക്ഷ കുറവ് ലഭിച്ചവർക്കെതിരെയും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് നിയമവിദഗ്ധരും പാർട്ടി നേതൃത്വവുമായും ആലോചിച്ച ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.